മരങ്ങളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ടൊരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ പാലം കടക്കണം, അല്ലാതെ വേറൊരു വഴിയുമില്ല. ആ ഗ്രാമത്തില് ഒരു സ്വർണ്ണ ഖനിയുണ്ട്. ഒരുപാട് നാളുകളായിട്ട് സ്വർണം കണ്ടെത്തുവാനായി ശ്രമിക്കുമെങ്കിലും വെറും കല്ലുകൾ മാത്രമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഗ്രാമത്തിലുള്ളവർ പരസ്പരം തൊട്ടുകഴിഞ്ഞാൽ സ്വർണമായി മാറുന്നു. എന്തായിരിക്കും അത്? ഗ്രാമത്തിൽ സംഭവിക്കുന്നത്? ആ ഗ്രാമത്തിന്റെ കഥ എന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് സിംഗ് ഗീതം എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഒരു സ്ത്രീ മരണപ്പെടുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി ജയിലിൽ കിടക്കുന്ന നായകനായ പ്രതാപിനെ കാണിക്കുന്നു. ജയിൽ കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രതാപ് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയ പ്രതാപിനടുത്തേക്ക് ഒരു വക്കീൽ വരും. പ്രതാപിന്റെ കൈവശം ഒരു പെട്ടിയും ഏൽപ്പിക്കുന്നു. എന്നാൽ അവൻ അതെന്തെന്ന് പോലും തുറന്നു നോക്കാതെ ദൂരേക്ക് വലിച്ചെറിയുന്നു. പെട്ടി വന്ന് വീഴുന്നതോ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു ലോറിയിലും. എന്ത് പണിയാ നീ കാണിച്ചത്? നിന്റെ അച്ഛൻ മരിക്കും മുൻപ് നിന്റെ പേരിൽ എഴുതി വെച്ച കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ആധാരമാണ് അതിലുള്ളത്. അത് കേട്ടതും പ്രതാപ് ലോറി കണ്ടെത്തി ലോറിയിലെ വേസ്റ്റിൽ നിന്നും പെട്ടി കണ്ടുപിടിക്കുന്നു. അതിലെഴുതിയിരുന്നത് ഒരു ഗ്രാമത്തിന്റെ പേരും ആ ഗ്രാമത്തിൽ കോടിക്കണക്കിന് വില വരുന്ന സ്വർണ്ണ ഖനിയുണ്ട്. ആ മൈനിങ് കമ്പനി പ്രതാപിന്റെ പേരിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതറിഞ്ഞതോടുകൂടി പ്രതാപിന് ഒരുപാട് സന്തോഷമായി. അവൻ ഉടനെ തന്നെ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഗ്രാമത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, പാലം കടക്കണം. അതേസമയം ഒരാൾ അവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണ്. പ്രതാപ് സാർ വന്നാൽ ഉടൻ തന്നെ ഞാൻ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട പ്രതാപ് താനാണ് പ്രതാപ് എന്ന് പറയുമ്പോൾ അയാൾ തന്റെ ജീപ്പിൽ പ്രതാപിനെ കൂട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ പ്രതാപ് പാട്ട് വയ്ക്കുന്നതും അയാൾക്ക് എന്തോ പോലായി ബഹളം വയ്ക്കുവാനായും ആരംഭിക്കുന്നു. കാരണം അയാൾക്ക് പാട്ട് അലർജിയാണത്രേ. ഉടനെ വണ്ടി നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കും. അയ്യോ, ഇത് ഗൗരി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് അയാൾ പേടിക്കുമ്പോൾ മരത്തിനുള്ളിലെ വലിയ പൊത്തിൽ നിന്നും ഗൗരി എന്ന പെൺകുട്ടി പുറത്തേക്ക് വരും. ഗൗരിയാണ് കഥാനായിക. പുറത്തേക്ക് വന്ന ഗൗരി മരത്തെ വേദനിപ്പിക്കുന്നുവെന്ന് ചോദിച്ച് വലിയ പ്രശ്നമുണ്ടാക്കുന്നു. എന്നിട്ട് മരത്തിന് ചതവ് പറ്റിയ ഇടത്തൊക്കെ ചെന്നിട്ട് തടവുകയും മരത്തിനോട് സോറി പറയുകയും ഒക്കെ ചെയ്യും. കൂടാതെ വണ്ടിക്കാരനെ കൊണ്ടും സോറി പറയിക്കുന്നു. ഇവളെന്താ ഇങ്ങനെയെന്ന് പ്രതാപ് ചോദിക്കുമ്പോഴോ ആകെ ഈ ഒരു മരം മാത്രമേ ഗ്രാമത്തിലുള്ളൂ, ആ മരത്തിനെ സംരക്ഷിക്കുന്നത് ഗൗരിയാണെന്നും ഡ്രൈവർ പറയും. ഗൗരി തന്റെ ബൈക്കിൽ ഗ്രാമത്തിലേക്ക് പോകുവാനായി ഇറങ്ങുകയായിരുന്നു. ഗൗരിയുടെ ബൈക്കിൽ പ്രതാപിനെയും കയറ്റിവിടുവാനായിട്ട് ഡ്രൈവർ ശ്രമിക്കുമ്പോഴോ മരത്തിനോട് മാപ്പ് പറഞ്ഞാലേ താൻ കൊണ്ടുപോകൂ എന്നായിരുന്നു ഗൗരിയുടെ മറുപടി. അങ്ങനെ പ്രതാപ് മാപ്പ് പറഞ്ഞതും ഗൗരി പ്രതാപിനെയും തന്റെ ബൈക്കിലേക്ക് കയറ്റുന്നു. ഗൗരിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ നേരെ ഇരിക്കുവാനായിട്ട് സമ്മതിക്കൂ, ഇല്ലാത്തവരെ തിരിഞ്ഞിരിക്കുവാനായിട്ടാണ് പറയുന്നത്. പ്രതാപിനെയും തിരിച്ചിരുത്തിയാണ് അവിടെ നിന്ന് പോകുന്നതും. ആ സീൻ അവിടെ കട്ടായി ഗ്രാമത്തിലെ മൈനിങ് കമ്പനിയാണ് കാണിക്കുന്നത്. കുറെ വർഷങ്ങളായിട്ട് സ്വർണം കുഴിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നതേയില്ല. വെറും കല്ലുകൾ മാത്രമാണ് കിട്ടുന്നതും. കമ്പനി നടത്തുന്ന ആളിന് വല്ലാതെ ദേഷ്യം. ഓണറിന്റെ മകളായ റീനയാണ് അച്ഛനെ സഹായിക്കുന്നത്. അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ച ആളായിരുന്നു റീന. പക്ഷെ അവൾക്കത് കിട്ടിയിട്ടുമില്ല. അവളുടെ അച്ഛൻ എപ്പോഴും സ്വർണത്തിന്റെ പിന്നാലെയാണ് ഓട്ടം. മറ്റൊരു വശത്ത് നാട്ടിലുള്ള കുബേരക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് പ്രതാപ്. അവിടുത്തെ പോറ്റി നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപ് എന്നവൻ മറുപടി പറയുന്നു. അത് കേട്ട അമ്പലത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രതാപിനെ തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ് ചെയ്യുന്നത്. പ്രതാപിനെ ഗൗരി മൈനിങ് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പ്രതാപ് അകത്തേക്ക് പ്രവേശിക്കുന്ന അതേ സമയം തന്നെ കമ്പനിയിലേക്ക് എത്തിയ ഒരു വിദേശിയെ കാണിക്കുന്നു. കമ്പനി വാങ്ങാനെത്തിയിരിക്കുകയാണ് അയാൾ. ഓണറുമായിട്ട് സംസാരിക്കുമ്പോഴോ 100 കോടിയാണ് അവർ ഡീൽ പറഞ്ഞിരിക്കുന്നതും. അതേസമയം അകത്തേക്ക് വന്ന പ്രതാപ് താൻ ഈ കമ്പനിയുടെ ഓണറിന്റെ മകനാണെന്ന് പറയുന്നു. അതേസമയം തന്നെ പ്രതാപ് എന്ന പേരിൽ മറ്റൊരാളും അവിടേക്ക് വരും. രണ്ടുപേരുടെയും പേര് പ്രതാപ്, അച്ഛന്മാരുടെയും പേര് ഒന്ന് തന്നെ. എന്തോ ചതി നടക്കുന്നു എന്നുള്ള കാര്യം നായകനായ പ്രതാപിന് മനസ്സിലായി. അത് സത്യം തന്നെയായിരുന്നു. രണ്ടുപേരുടെയും പേരിലാണ് കമ്പനിയുള്ളത്. അതായത് ഇപ്പോഴുള്ള ഓണർ, മറ്റൊന്ന് നമ്മുടെ പ്രതാപിന്റെ അച്ഛനും. വിദേശിക്ക് കമ്പനി വിൽക്കുവാനായിട്ട് പ്രതാപിന്റെ ഒപ്പ് വേണം. അതിന് റീനയുടെ അച്ഛനും ചേർന്ന് സെറ്റ് ചെയ്തതാണ് ഫേക്ക് ആയിട്ടുള്ള പ്രതാപിനെ. അത് മനസ്സിലാക്കി നമ്മുടെ നായകൻ പ്രതാപ് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് പോകുന്നു. അവർ സെറ്റ് ചെയ്ത ആളായിരിക്കുമെന്ന് കരുതി റീന ഒരു ഡോക്യുമെന്റ് അവന് നേരെ നീട്ടും. 100 കോടി ഡീലാണെന്നുള്ള കാര്യം പ്രതാപിന് മനസ്സിലായി. താനാണ് യഥാർത്ഥ പ്രതാപ് എന്ന് പറഞ്ഞ് അച്ഛനൊപ്പമുള്ള ഫോട്ടോ അവൻ കാണിക്കുന്നു. അതോടെ ആർക്കും ഒന്നും പറയാൻ കഴിയുന്നതേയില്ല. നിങ്ങൾ കമ്പനി വാങ്ങും മുമ്പ് സ്വർണം ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്ക്. ഓക്കെ ആവുകയാണെങ്കിൽ
50 കോടി എനിക്ക്, 50 കോടി അവർക്കെന്ന് പറഞ്ഞിട്ട് പ്രതാപ് ഡീൽ ഓക്കെ ആക്കുന്നു. അതേസമയം കമ്പനിക്ക് മുന്നിൽ സമരം നടക്കുകയാണ്. ഗൗരിയും ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വർക്കേഴ്സിന് വേണ്ടത്ര സംരക്ഷണവും ശമ്പളവും ഒന്നും കിട്ടാത്തതിനാൽ വർക്കേഴ്സിനെ ആ ഒരു കമ്പനിയുടെ മുന്നിൽ കൊണ്ടുവന്ന് സമരം നടത്തുകയാണ് ഗൗരി. ഗൗരിയുടെ അച്ഛൻ കമ്പനിയിലെ മാനേജർ ആയതിനാൽ അച്ഛനെ കൊണ്ടാണ് സമരം അവസാനിപ്പിക്കുവാനായിട്ട് റീന ശ്രമിക്കുന്നത്. ഗൗരിയോട് അച്ഛൻ സംസാരിച്ച് സമരവും അവസാനിപ്പിക്കുന്നു. മാത്രവുമല്ല ഗൗരിക്കൊപ്പം പ്രതാപനെ പറഞ്ഞുവിടുകയും ചെയ്യും. ഗൗരി തനിക്ക് ഇഷ്ടമല്ലാത്തവരെ വണ്ടിയിൽ കയറ്റി തിരിച്ചാണിരുത്തുന്നതെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് പ്രതാപിനെ ഇരുത്തിയിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ഗ്രാമത്തിലേക്കും എത്തുന്നു. ഗൗരി പ്രതാപിനെ തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ അവളുടെ മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തശ്ശി പ്രതാപിനോട് എന്തൊക്കെയോ വന്ന് പറയും. പക്ഷേ അതൊന്നും പ്രതാപിന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വട്ടാണെന്നാണ് ഗ്രാമവാസികളൊക്കെ പറയുന്നതും. ഗൗരി തന്റെ വീട്ടിൽ കിടക്കാതെ ആ ഒരു മരമില്ലേ, മരത്തിനുള്ളിലെ പൊത്തിലാണ് കിടക്കുവാനായും പോകുന്നത്. അപ്പോഴേക്കും അവൾക്കുള്ള ആഹാരവുമായിട്ട് അച്ഛനും വരും. രാവിലെ നടന്ന സംഭവത്തിന് അച്ഛൻ മാപ്പ് പറയുന്നു. ഗൗരിയും അച്ഛനോട് ക്ഷമിക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ മരത്തിന് മുന്നിലായിട്ട് ഗ്രാമവാസികളൊക്കെ കൂടി നിൽക്കുന്നു. മരം മുറിക്കുവാനായി പോവുകയാ. അവിടേക്ക് റീനയുടെ അച്ഛനും ഒക്കെ വരും. അവരുടെ സ്വർണ്ണഖനിയിൽ നിന്നും അവർക്ക് സ്വർണമൊന്നും ഇതുവരെയായിട്ടും കുഴിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മരത്തിന് താഴെ സ്വർണമുണ്ടെന്ന് കരുതി കുഴിക്കുവാനായി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് മരം മുറിക്കുവാനായും എത്തിയിരിക്കുന്നത്. ഇതെല്ലാം അറിയുന്ന ഗൗരി ഗ്രാമത്തിൽ ഒരു മരം മാത്രമാണുള്ളത്, അത് മുറിക്കുവാനായിട്ട് താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ പ്രശ്നമുണ്ടാക്കുന്നു. ഗൗരിയുടെ അച്ഛനെ അവിടേക്ക് വരുത്തിയ റീന ഗൗരിയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അച്ഛൻ അവളെ അടിച്ച് വലിച്ചിഴച്ചാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ മരം മുറിച്ചിടുകയാണ്. അതോടെ ഗൗരി ആകെ തകർന്നു പോകും. രാത്രി മുഴുവൻ മലമുകളിലുള്ള അമ്പലത്തിൽ പോയിരുന്ന് കരയുകയാണ് ഗൗരി. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ ഇരിക്കുന്നിടം ഇടിഞ്ഞ് അവൾ ഒരു ഗുഹയിലേക്ക് വന്നു വീഴുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടതാകുമെന്ന് കരുതി ഗൗരി തന്റെ സങ്കടമെല്ലാം പറയും. റീന ഗ്രാമവാസികൾക്ക് കാശ് കൊടുത്താണ് മരം മുറിക്കുവാനായി സമ്മതിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നവരുടെ സംസാരശേഷി നഷ്ടപ്പെടുത്തണം. ആരും ഇനി മുതൽ ഗ്രാമത്തിൽ കള്ളം പറയുവാനായും പാടില്ല എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞത്. എന്നാൽ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഗൗരി അവിടെ നിന്നും തിരികെ പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടിരുന്ന ഗ്രാമവാസികൾക്ക് ആർക്കും തന്നെ നന്നായിട്ട് സംസാരിക്കുവാനായി കഴിയുന്നില്ല. അവരെന്ത് പറഞ്ഞാലും അത് പാട്ട് പാടുന്നത് പോലെയാണ് ആയി മാറുന്നത്. എന്തായി സംഭവിക്കുന്നത് എന്നൊന്നും തന്നെ ഗ്രാമവാസികൾക്ക് മനസ്സിലാകുന്നില്ല. ഉറക്കമുണ്ടിരുന്ന ഗൗരി പറയുന്നതും പാട്ടുപോലെയാണ്. ഗൗരിക്ക് ആകെ ടെൻഷൻ. റീനയ്ക്കും അച്ഛനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നാടിന്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി ഗ്രാമവാസികളെല്ലാം ഗ്രാമം വിട്ടു പോകുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അതും നടക്കുന്നില്ല. കാരണം ഗ്രാമത്തിലേക്ക് വരുവാനായിട്ട് ആകെ ഒരു പാലം മാത്രമാണുള്ളത്. ആ പാലവും പൊളിഞ്ഞു വീഴുന്നു. അതോടെ ഗ്രാമവാസികൾ ഗ്രാമത്തിൽ തന്നെ പെട്ടുപോവുകയാണ്. പൂജാരി മലമുകളിലെത്തി ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോഴോ ക്ഷേത്രത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുന്നു. ആ വലിയ ഗുഹയും രൂപപ്പെടുകയാണ്. അതോടെ ഇത് ദൈവത്തിന്റെ കോപമായിരിക്കുമെന്ന് ഗ്രാമവാസികളും പൂജാരിയും കരുതുന്നു. ദൈവകോപം മാറ്റുവാനായിട്ട് പല വഴിപാടുകളും ചെയ്യും. പക്ഷേ എന്നിട്ടും ഒരു മാറ്റവുമില്ല. എല്ലാവരും വായ തുറന്നാൽ സത്യം മാത്രം പറയുവാനായി തുടങ്ങും. ഇതുവരെയും ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും സത്യം പോലെ വിളിച്ചു പറയും. റീന തനിക്ക് തന്റെ അച്ഛനെ ഇഷ്ടമല്ല എന്നുള്ള സത്യം തുറന്നു പറയുമ്പോൾ പ്രതാപ് താൻ തട്ടിപ്പൊക്കെ നടത്തി ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്നാണ് വരുന്നതെന്ന സത്യവും തുറന്നു പറയുന്നു. അത് കേട്ട റീന, നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നീ ഈ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും പറ്റിച്ച് ജോലി ചെയ്യിപ്പിച്ച് വിദേശിക്ക് കമ്പനി വിൽക്കുവാനായിട്ട് പോവുകയായിരുന്നില്ലേ എന്നുള്ള കാര്യം അവൻ ചോദിക്കുമ്പോഴോ അതേ എന്നവൾ സമ്മതിക്കുന്നു. അത് ഗ്രാമവാസികൾ എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അതോടെ എല്ലാവരും റീനയ്ക്കെതിരെ തിരിയുകയാണ്. ജോലിയും നിർത്തി അവർ സമരം ചെയ്യുവാനായും ആരംഭിച്ചു. പതിവ് പോലെ തന്നെ പൂജാരി ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ കല്ലിൽ വെള്ളം വീണപ്പോഴോ എന്തോ തെളിഞ്ഞു വരുന്നു. അത് വായിച്ചു നോക്കുമ്പോഴോ നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചാൽ നിങ്ങളുടെ ശാപം മാറും എന്നായിരുന്നു എഴുതിയിരുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുബേരനായതിനാൽ കുബേരനെ സന്തോഷിപ്പിക്കുന്ന വഴികൾ ചിന്തിക്കും. ഒന്നുകിൽ നല്ല ആഹാരം, അല്ലെങ്കിൽ സ്വർണം എന്നതായിരുന്നു. പക്ഷേ ഇത് സ്വർണം കുഴിച്ചെടുക്കാനും സമരം ചെയ്യുന്നവരെ തിരിച്ച് ജോലിക്ക് കൊണ്ടുവരാനുമുള്ള പ്രതാപിന്റെ ഐഡിയ ആയിരുന്നു. കുബേരനെ സന്തോഷിപ്പിക്കാൻ സ്വർണം ഖനനം ചെയ്യുവാനായിട്ട് എല്ലാവരും പഴയതുപോലെ ഖനിയിലേക്ക് പ്രവേശിക്കുന്നു. ആ മരം നിന്ന സ്ഥലത്തേക്കാണ് എല്ലാവരും കയറുന്നത്. ഒരു ബോംബ് വെച്ച് തകർക്കുന്നതല്ലേ നല്ലതെന്ന് വിദേശി ചോദിക്കുമ്പോഴോ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പ്രതാപ് ചിന്തിക്കുന്നു. എന്നിട്ട് ഖനിക്കുള്ളിൽ ബോംബും സെറ്റ് ചെയ്യുകയാണ്. പക്ഷേ വിദേശി ഖനിക്കുള്ളിൽ പോയി എന്ന സംശയം കൊണ്ട് പ്രതാപ് ബോംബിന്റെ കണക്ഷൻ മാറ്റിയിട്ട് ഉള്ളിലേക്ക് പോകുന്നു. വിദേശി അതേസമയം പുറത്തേക്ക് വന്നിരുന്നു.
എന്നാൽ കണക്ഷൻ മാറിക്കിടക്കുന്നത് കണ്ട തൊഴിലാളികൾ വീണ്ടും കണക്ഷൻ കൊടുക്കുന്നു. അതോടെ ബോംബ് പൊട്ടുകയാണ്. ഖനിയിൽ പ്രതാപ് അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഖനിയുടെ വാതിലാണെങ്കിലോ കല്ലുകൾ കൊണ്ട് അടഞ്ഞു പോവുകയാണ്. കല്ല് മാറ്റി നോക്കുമ്പോൾ ദേ പ്രതാപ് വരുന്നു. കയ്യിലാണെങ്കിലോ സ്വർണവുമുണ്ട്. ഇവിടെ സ്വർണമുണ്ട്, വേഗം കുഴിക്കുവാനായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കണമെന്നും പ്രതാപ് പറയും. അതനുസരിച്ച് ജോലിക്കാർ കുഴിക്കുവാനായും ആരംഭിച്ചു. എന്ത് റിസ്ക് എടുത്താണ് സ്വർണമൊക്കെ പ്രതാപ് കൊണ്ടുവന്നതെന്ന് ഗൗരി ചിന്തിക്കുന്നു. ഗൗരിക്ക് പ്രതാപിനോട് ഇഷ്ടം തോന്നുകയാണ്. ഇഷ്ടമല്ലാത്തവരെ വണ്ടിയിൽ തിരിച്ചിരുത്തിയിരുന്ന ഗൗരി പ്രതാപിനെ നേരെ ഇരുത്തുകയാണ്. മാത്രവുമല്ല, തന്റെ ശാപം കാരണമാണ് എല്ലാവരുടെയും ശബ്ദം പാട്ടുപോലെ ആയതെന്നും ഗൗരി ഗ്രാമവാസികളുടെ മുന്നിൽ പറയുന്നു. അത് കേട്ട ഗ്രാമവാസികൾ ഗൗരിയെ വഴക്ക് പറയും. അന്ന് താൻ 3 കാര്യം പറഞ്ഞിരുന്നു. ആരും കള്ളം പറയാൻ പാടില്ല, എല്ലാവരുടെയും ശബ്ദം പോകണം, പിന്നെ എല്ലാവർക്കും ഭ്രാന്ത് വരണം. ഇതായിരുന്നു താൻ 3ാമതായി പറഞ്ഞതെന്നുമുള്ള കാര്യം ഗൗരി പറയുന്നു. അത് കേട്ട ഗ്രാമവാസികൾക്ക് ഗൗരിയോട് വല്ലാതെ ദേഷ്യം വരികയും മലമുകളിലുള്ള അമ്പലത്തിലേക്ക് അവളെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഗുഹയിലേക്ക് തന്നെ അവളെ തള്ളണമെന്നും ഗ്രാമവാസികൾ തീരുമാനിക്കും. എന്നാൽ പ്രതാപ് അവിടേക്ക് വന്നിട്ട് ഇവളെ വിടാതെ ധൈര്യമുള്ള ആളിനെ പറഞ്ഞു വിടണമെന്നും പറയുമ്പോഴോ എല്ലാവരും ചേർന്ന് പ്രതാപിനെ എടുത്ത് ഗുഹയിലേക്ക് തള്ളുന്നു. പക്ഷേ പ്രതാപ് നിമിഷ നേരം കൊണ്ട് തന്നെ ആരോ എടുത്ത് എറിയും പോലെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നു വീഴും. അപ്പോൾ പ്രതാപിന്റെ വായിൽ നിന്നും വരുന്നത് ശ്ലോകങ്ങളായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും ഒരു രക്ഷയുമില്ല. ശ്ലോകങ്ങൾ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. 20 വർഷമായിട്ട് ഗൗരിയുടെ മുത്തശ്ശി ഇതേ ശ്ലോകം തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കുകയായിരുന്ന പ്രതാപിനടുത്തേക്ക് ഗൗരി വരുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യമൊക്കെ ഗൗരി ചോദിക്കും. എന്നാൽ അതിന് മറുപടി ശ്ലോകം തന്നെയാണ്. ഗൗരി പോയ അതേ സമയം തന്നെ പ്രതാപിനടുത്തേക്ക് റീന വരും. റീനയുടെ കൈവശം ഒരു ഡോക്യുമെന്റും ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണമെന്നും പ്രതാപിനോട് ആവശ്യപ്പെടും. പക്ഷേ പ്രതാപ് മറ്റൊരു പേരാണ് എഴുതിയത്. അതെല്ലാം കണ്ടുകൊണ്ട് ഗൗരി കയറി വരും. ഗൗരിക്കത് അത്ര ഇഷ്ടമായതേയില്ല. ഗൗരി റീനയെ ഒരുപാട് വഴക്ക് പറയുന്നു. രണ്ടുപേരും അവിടെ നിന്ന് തർക്കിച്ചു നിൽക്കുന്ന അതേ സമയം തന്നെയായിരുന്നു പ്രതാപിനെ ആരോ വന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. അത് കാണുന്ന ഗൗരി വല്ലാതെ ബഹളം വയ്ക്കും. ഇവനെ ആരാ ഈ സമയത്ത് കടത്തിക്കൊണ്ടു പോകാനെന്നൊക്കെ ഗൗരി ചിന്തിക്കുക. പ്രതാപിനെ കടത്തിക്കൊണ്ടുപോയതിന് പിന്നാലെ പോവുകയാണ് ഗൗരിയും റീനയും. പ്രതാപിനെ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ മൈനിങ് നടന്ന സ്ഥലത്തേക്കാണ്. അവിടെ സ്വർണമൊന്നും കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം അടച്ചു മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മാക്കളാണ് അവിടെയുള്ളതെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പ്രതാപിനെ കടത്തിക്കൊണ്ടുപോയാൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ളിൽ കയറി പരിശോധിക്കണമെന്നും റീനയും ഗൗരിയും തീരുമാനിക്കുന്നു. രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് അകത്തേക്ക് കടക്കുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ആ നാട്ടിൽ ഒരു കള്ളുകുടിയനുണ്ട്. അയാൾ അവർക്ക് മുന്നിലേക്ക് വരുന്നത്. ഞാനാണ് പ്രതാപിനെ കടത്തിക്കൊണ്ടുപോയത്, അതും ഗൗരിയുടെ മുത്തശ്ശി പറഞ്ഞിട്ടാണെന്നും അയാൾ പറയുന്നു. അത് കേട്ടതും ഗൗരി ഷോക്കായി പോവുകയാണ്. എന്നിട്ട് അകത്തേക്ക് ചെല്ലും. ദേവിടെ ചാക്കി കെട്ടി പ്രതാപിനെ എഴുതിയിരിക്കുന്നു. മുത്തശ്ശി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മുത്തശ്ശിയോട് ഗൗരി ചോദിക്കുമ്പോഴോ മുത്തശ്ശി ആ ശ്ലോകം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ചാക്കിൽ നിന്നും പ്രതാപിനെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവനെയും കൂട്ടി ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കും. പണ്ട് പുരാതന കാലത്തുള്ളതുപോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിലോ ആ ശ്ലോകം പറയുന്നു. പ്രതാപും തിരിച്ച് ശ്ലോകം പറയുകയാണ്. രണ്ടുപേരും നല്ല സ്പീഡിലാണ് പറയുന്നത്. അത് കേൾക്കുന്ന ഗൗരിക്ക് ഒരു ഐഡിയ തോന്നുന്നു. നിങ്ങൾ പറയുന്ന ശ്ലോകം പതിയെ പറയേ, അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് ഗൗരി പറയുമ്പോഴോ രണ്ടാളും ശ്ലോകം പതിയെ പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ഗൗരിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ശാപം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നതായിരുന്നു ശ്ലോകത്തിന്റെ അർത്ഥം. അത് കേട്ട് പ്രതാപും മുത്തശ്ശിയും എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് വീണ്ടെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ രണ്ടാൾക്കും ശബ്ദം തിരിച്ചു കിട്ടുന്നു. മുത്തശ്ശി അകത്തേക്ക് കടന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ എന്തൊക്കെയോ കൊത്തിയിട്ടുണ്ട്. ഇത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ പ്രതാപിനോട് ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഗ്രാമം ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല. അന്നൊരുപാട് മരങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തില് ശൈലജ എന്നൊരു സ്ത്രീയുണ്ട്. ശൈലജയാണെങ്കിലോ ഇപ്പോൾ ഗർഭിണിയ. ശൈലജ തന്റെ ഭർത്താവിനൊപ്പം ആ ഗ്രാമത്തിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ശൈലജയെ എല്ലാവരും ഒരുപാട് റെസ്പെക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിലേക്ക് ഒരാൾ വരികയാണ്. അത് റീനയുടെ അച്ഛനാണ്. റീനയുടെ അച്ഛന്റെ കൈവശം ഒരു കല്ലുമുണ്ട്. അത് സ്വർണ്ണക്കല്ല. അതും ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ കല്ലാണ്. കല്ലുമായിട്ട് അയാൾ നേരെ വരുന്നത് ശൈലജയെ കാണുവാൻ വേണ്ടിയിട്ട്. ഈ ഗ്രാമത്തില് സ്വർണമുണ്ട്. ആ സ്വർണം ഖനനം ചെയ്തെടുക്കണമെന്നുള്ള കാര്യം അയാൾ പറയുമ്പോഴോ ശൈലജ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പ്രകൃതിക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യാൻ താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും ഇറക്കി വിടുന്നു. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ശൈലജയുടെ ഹസ്ബൻഡ് കേൾക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് സ്വർണ്ണഖനി വരുന്നതിനോട് നല്ല താല്പര്യമുണ്ട്. അങ്ങനെ ശൈലജ
ശൈലജ പ്രസവം സംബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം. ശൈലജയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ നേരെ റീനയുടെ അച്ഛനെ വിളിച്ചിട്ട് സ്വർണ്ണക്കന്നി തുടങ്ങുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു. എന്നിട്ട് ഗ്രാമവാസികളെ എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഇവിടെ സ്വർണ്ണക്കന്നി വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നേട്ടമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവരെ വശീകരിക്കുന്ന രീതിയിലൊക്കെ പറയും. എന്നിട്ട് അവരുടെ ആധാരമൊക്കെ വാങ്ങിവെക്കുക. ഗ്രാമത്തില് മൈനിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ പ്രസവിക്കുവാനായി പോയിരിക്കുകയായിരുന്നല്ലോ ശൈലജ. 6 മാസങ്ങൾക്ക് ശേഷം തന്റെ കുഞ്ഞുമായിട്ട് ഗ്രാമത്തിലേക്ക് തിരികെ വരുന്നു. സിറ്റിയിലായിരുന്നു ഇത്രയും നാൾ ശൈലജ ഉണ്ടായിരുന്നതും. എന്നാൽ തിരിച്ചു വരുമ്പോൾ ശൈലജ കാണുന്ന കാഴ്ച മരങ്ങളെല്ലാം വെട്ടിമാറ്റി അവിടെ ഖനനം നടക്കുകയാണ്. ശൈലജ ആകെ തകർന്നു പോകുന്നു. ഉടനെ തന്നെ ഖനനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ശൈലജ. എന്നിട്ട് റീനയുടെ അച്ഛനിട്ട് നല്ലത് കൊടുക്കും. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ശൈലജ പറയുമ്പോൾ, ഞാനല്ല ഇതെല്ലാം ചെയ്തത്, നിങ്ങളുടെ ഭർത്താവാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓണർ എന്നുള്ള കാര്യവും റീനയുടെ അച്ഛൻ പറയുന്നു. അത് കേട്ടതും ശൈലജ ആകെ തകർന്നു പോവുകയാണ്. തന്റെ ഭർത്താവിനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഇവിടെ കുഴിക്കുമ്പോൾ ഒരുപാട് സ്വർണം കിട്ടുന്നുണ്ട്, നമുക്കിതുകൊണ്ട് നന്നായിട്ട് ജീവിക്കാം, ഒരുപാട് പേർക്ക് ഇവിടെ ജോലിയും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശൈലജയുടെ ഭർത്താവ് പറയുമ്പോഴോ അതിന് ശൈലജ സമ്മതിക്കുന്നില്ല. ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഒന്നിനു തന്നെ താൻ തയ്യാറാകില്ല. മരങ്ങളെല്ലാം നശിച്ചു പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ശൈലജ കാല് തന്നെ ഖനനം നടക്കുന്നതിനിടയിലേക്ക് വീണ് അവൾ മരണപ്പെട്ടു പോകുന്നു. ശൈലജയുടെ മരണത്തിന് ശേഷം അവിടെ നിൽക്കുവാനായിട്ട് ശൈലജയുടെ ഭർത്താവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞുമായിട്ട് ശൈലജയുടെ ഭർത്താവ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരേ ഒരാൾ ഗൗരിയുടെ മുത്തശ്ശിയായിരുന്നു. അങ്ങനെ മുത്തശ്ശി നടന്ന കാര്യങ്ങളെല്ലാം ദേവൽ പ്രതാപിനോട് പറയും. നമ്മുടെ ശാപം മാറുവാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ഗ്രാമത്തിൽ പഴയതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ശാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നും മുത്തശ്ശി പറയും. അങ്ങനെ പ്രതാപാണെങ്കിലോ റീനയുടെ അച്ഛന്റെ കൈവശമാണല്ലോ ഗ്രാമവാസികളുടെ എല്ലാവരുടെയും ആധാരം ഇരിക്കുന്നത്. ആ ആധാരമെല്ലാം അവൻ തിരികെ വാങ്ങുന്നു. ഗ്രാമവാസികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. നമ്മുടെ ഗ്രാമത്തിന്റെ ശാപം മാറണമെങ്കിൽ എല്ലാവരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ആധാരം തിരികെ കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രതാപും ഗൗരിയും ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു എന്നത് നോക്കുവാൻ വേണ്ടിയിട്ട് എത്തുമ്പോഴോ അവിടെ എല്ലാവരും വലിയ കുഴി തോണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തെന്നാൽ ഓരോ കുഴി തോണ്ടുന്ന സമയത്തും അവർക്ക് സ്വർണ്ണ കല്ലുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. സ്വർണ്ണ കല്ലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കുഴിയെടുക്കുന്നത്. ആർക്കും തന്നെ മരങ്ങൾ നടുവാൻ വേണ്ടിയിട്ട് താല്പര്യമേ ഇല്ല. അത് കാണുന്ന പ്രതാപ് വല്ലാതെ ഷോക്കായി പോകുന്നു. അവിടേക്ക് വരുന്നൊരു ഗ്രാമവാസി പറയുന്നുണ്ട്, നമ്മൾ മരം നട്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? പക്ഷേ ഓരോ കുഴി തോണ്ടുന്ന സമയത്തും ഓരോ സ്വർണ്ണ കല്ല് വെച്ച് കിട്ടുന്നുണ്ട്. ആ കല്ല് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതായില്ലേ? എന്തായാലും പാട്ടുപാടി തന്നെ ജീവിക്കുന്നതിനോട് ഇപ്പോൾ നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് അയാൾ പറയുന്നത് കേട്ട് എല്ലാവർക്കും ആധാരമൊക്കെ തിരികെ കൊടുത്തതില് പ്രതാപിന് വല്ലാതെ സങ്കടം തോന്നുന്നു. എന്നാൽ അതേസമയം റീനയും അവിടെയുണ്ട്. റീനയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ എത്ര തന്നെ സ്വർണമൊക്കെ കുഴിച്ചെടുത്തു കഴിഞ്ഞാലും അത് മാർക്കറ്റിൽ വിൽക്കുവാനായിട്ട് എനിക്ക് മാത്രമേ കഴിയൂ എന്ന് റീന പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഭൂചലനമുണ്ടാകുന്നു. വലുതായിട്ട് കാറ്റ് വീശുകയാണ്. അവർക്കിടയിലേക്ക് അടുത്ത ശാപവും പടർന്നു പിടിക്കുന്നു. എങ്ങനെയെന്നാൽ പരസ്പരം അവർ തൊട്ടുകഴിഞ്ഞാൽ സ്വർണമായി മാറുമത്രേ. അങ്ങനെ ഒരുപാട് പേർ അതൊന്നും അറിയാതെ പരസ്പരം തൊട്ടതോടുകൂടി അവർ സ്വർണമായി മാറുവാനായും തുടങ്ങി. മാത്രവുമല്ല, ഖനിക്കുള്ളിലേക്ക് പ്രവേശിച്ച കുട്ടികളിലെ അതിലൊരു കുട്ടിയും സ്വർണമായി മാറി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഗ്രാമവാസികളുടെ ബന്ധുക്കളും കുട്ടികളുമെല്ലാം സ്വർണമായി മാറുന്നതോടുകൂടി ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് ആരും പരസ്പരം തൊടാതെ ഖനിക്കുള്ളിലൂടെ രക്ഷപ്പെടാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഖനിക്കുള്ളിലേക്ക് കയറുകയാണ്. കൂട്ടത്തിലൊരു ഗർഭിണി ഉണ്ടായിരുന്നു. ഗർഭിണിക്ക് പെട്ടെന്ന് തന്നെ പ്രസവ വേദന വരും. അവർ എന്ത് ചെയ്യുമെന്നറിയാതെ തറയിൽ കിടക്കുന്ന സമയം അവർക്ക് മുകളിലായിട്ട് ഒരു കല്ലുമുണ്ട്. അതേ സമയത്തായിരുന്നു ഖനിക്കുള്ളിൽ പെട്ടുപോയ കുട്ടികളെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രതാപം ഗൗരിയുമൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും. ഏത് നിമിഷവും ഗർഭിണിയുടെ മുകളിലേക്ക് ആ കല്ല് വന്ന് വീഴാം. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. കാരണം പരസ്പരം ആർക്കും തൊടുവാനായിട്ട് കഴിയത്തേയില്ലല്ലോ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ പാരൻസ് ഒക്കെ സ്വർണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന സമയത്ത് കുട്ടികളും അതാണ് വലുതെന്ന് കരുതി. അവർക്കിടയിൽ മനസാക്ഷി ഒന്നുമില്ലായിരുന്നു. എന്നാലിപ്പോൾ മനുഷ്യത്വമാണ് വലുതെന്ന് ചിന്തിച്ച് കുട്ടികൾ എല്ലാവരും രണ്ടും കൽപ്പിച്ച് ഗർഭിണിക്ക് ചുറ്റും വന്നു നിന്ന് അവർ കൈകോർത്ത് നിൽക്കുന്നു. അവരുടനെ തന്നെ സ്വർണമായി മാറുകയാണ്. ഈയൊരു കാഴ്ച ഖനിയിലൂടെ രക്ഷപ്പെടുവാനായി ശ്രമിച്ചവരെല്ലാവരും കാണുന്നു. കുട്ടികളുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നും മനുഷ്യത്വമാണ് വലുതെന്ന് ചിന്തിച്ച ബാക്കിയുള്ള ഗ്രാമവാസികളും കുട്ടികൾക്കടുത്തേക്ക് വന്ന് കൈകോർത്ത് നിൽക്കുകയാണ്. അതോടുകൂടി അവരും സ്വർണമായി മാറുന്നു. ഇനി കല്ല് വന്ന് വീണാലും ആ ഗർഭിണിക്കൊന്നും സംഭവിക്കില്ലല്ലോ. ഗർഭിണിയും പ്രസവിക്കുന്നു. പക്ഷേ അവർക്ക് അവരുടെ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പൊട്ടിക്കരയുകയാണ്.
ഖനിക്കുള്ളിലേക്ക് പ്രവേശിച്ച ബാക്കിയുള്ള ഗ്രാമവാസികളും ആ ഒരു കാഴ്ച കണ്ട് വല്ലാതെ സങ്കടപ്പെടുന്നു. കൂടെയുള്ളവരും സ്വർണമായി മാറിയിരിക്കുകയാണല്ലോ. ഇത് കുബേരന്റെ ശാപമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എല്ലാവരും കുബേരനെ വിളിച്ച് മാപ്പ് പറയുന്നു. ഇനി എന്താണോ വേണ്ടത് അത് ചെയ്യാം. സ്വർണത്തിന് പിന്നാലെ അവർ പോകുന്നതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇനി എന്തായാലും മരങ്ങൾ നട്ടുപിടിപ്പിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ കരഞ്ഞ് മാപ്പ് പറയുന്ന സമയം അവിടേക്ക് മഴ പെയ്യുകയാണ്. ആ ഒരു ഖനിക്കുള്ളിലേക്കും മഴവെള്ളം ഇറങ്ങുവാനായും തുടങ്ങി. അതോടെ സ്വർണമായി മാറിയിരിക്കുന്ന എല്ലാവരുടെയും ദേഹത്തേക്ക് മഴവെള്ളം പതിച്ചതും അവരുടെ ദേഹത്തുള്ള സ്വർണമെല്ലാം ഇറങ്ങി അവർ മനുഷ്യരായി മാറുന്നു. ഇത്രയും നാള് അവർ പാട്ടുപാടിയതുപോലെയല്ലേ സംസാരിക്കുന്നത്, അതെല്ലാം മാറി അവരുടെ ഒറിജിനൽ സൗണ്ട് എല്ലാം തിരിച്ചു വരികയാണ്. അവർക്ക് പഴയതുപോലെ തന്നെ ഇനി സംസാരിക്കാനും കഴിയും. കുബേരന്റെ ശാപമെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം അതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി. ഗ്രാമവാസികൾ എല്ലാവരും അവരുടെ തെറ്റെല്ലാം മനസ്സിലാക്കി അവർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാനായും തുടങ്ങി. ആ ഗ്രാമം പതിയെ പതിയെ പച്ചപ്പൊക്കെ വന്ന് നല്ല മനോഹരമായി മാറിയിരിക്കുകയാണ്. ദേ ഇപ്പോൾ മൈനിങ് കമ്പനിയൊന്നും അവിടെ പ്രവർത്തിക്കുന്നതേയില്ല. ഗ്രാമത്തിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഗ്രാമത്തിലേക്ക് ഒരു വ്യവസായി വരികയാണ്. ആ വ്യവസായി ഈ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാതെയാണ് അവിടേക്ക് വന്നിരിക്കുന്നതും. അയാൾ വന്ന ഉടനെ തന്നെ അവിടെയുണ്ടായിരുന്ന ചെറിയൊരു മരത്തൈ ചവിട്ടി നശിപ്പിക്കുന്നു. അതോടുകൂടി അയാളെ ശാപം പടർന്നു പിടിക്കുകയാണ്. അയാൾക്ക് കിട്ടിയ ശാപം എന്തെന്നാൽ നിർത്താതെ ഡാൻസ് കളിക്കുക. ആ വ്യവസായി നിർത്താതെ ഡാൻസ് കളിക്കുവാനായും തുടങ്ങി. അയാൾക്ക് അയാളെ കൺട്രോൾ ചെയ്യുവാൻ പോലും കഴിയുന്നില്ല. അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ വ്യവസായി തന്റെ കൂടെ വന്നവരോട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനായും പറഞ്ഞു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഗ്രാമവാസികളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ പ്രതാപും ഗൗരിയുമുണ്ട്. അവരും ഇപ്പോൾ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.